ഇങ്ങനെ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാണെങ്കിൽ നാം സാധാരണ നിർവഹിക്കുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന തേട്ടം ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, അദ്ദേഹം വലിയാണെന്ന് വിശ്വസിച്ചു. ആ നിലയ്ക്ക് മുഹീദ്ദീൻ ശൈഖിനോട് യാ ശൈഖ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹിദായത്തിലാക്കണേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ശൈഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? മറ്റൊരാള് കേട്ടൊരുത്തിന് ആമീൻ പറയുകയും ചെയ്തു സങ്കല്പിച്ചോ. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഇത് പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയല്ലേ? ഇത് തേടാമോ? തേടാൻ പറ്റില്ലേ? ശിർക്കാണോ? ശിർക്കല്ലേ? അനുവദനീയമാണോ? അനുവദനീയമല്ലേ? നിങ്ങളുടെ നിലപാടെന്ത് വ്യക്തമായി കിട്ടേണ്ടതുണ്ട്. ഖാലിഖാന്ന് വിശ്വസിക്കുന്നില്ല, റാസിഖാന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ വിധി എന്ത്? ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. മറുപടി പറഞ്ഞിട്ടുണ്ട്. കൗമ മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചതെന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹ്യിദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിട്ടി. സക്കറിയ സ്വലാഹി ആവശ്യം വന്നില്ല, സ്വലാഹി വന്നില്ലാതാ പറഞ്ഞേട്ടാ. ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ചെറുശ്ശേരിയാ, മറ്റത് കാളമ്പാടി ഉസ്താദാ. ഇത് തോന്നിപ്പോ പറച്ചിലേട്ടാല്. അവിടെ എല്ലാരും വന്നു, ഇവിടെ സ്വലാഹി മാത്രല്ല നന്ദിക്കും വന്നില്ല. കൂട്ടരെ എന്ത് നന്ദി, എന്ത് നന്ദി? നിങ്ങള് പഠിച്ച കോളേജിലെ നന്ദി അത്രല്ലേ ഉള്ളൂ. ഈ അബൂബക്കർ ദാരിമൊക്കെ പഠിച്ചിറങ്ങിയ കോളേജാണ് നന്ദി, അത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ സ്വലാഹി എന്തേ പറഞ്ഞു, എപ്പോഴാ പറഞ്ഞു, എങ്ങനെ പറഞ്ഞത് അതൊന്നും കേട്ടില്ല. പിന്നെ അനസ് മുസ്ലിയാരെ ഏതോ ക്ലിപ്പ് കേട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിലും ബന്ധം അങ്ങനത്താണല്ലോ. ഏതായാലും അത് പൊക്കി പിടിച്ചിട്ടാണ് ഇപ്പൊ സ്വലാഹി എങ്ങനെ പറഞ്ഞു, സ്വലാഹി ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പുരോഹിതപ്പട എങ്ങോട്ടാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് എന്നാണ്. അല്ലാഹു തആല പഠിപ്പിച്ച ദീനിലെ അടിക്കല്ലായ തൗഹീദിൽ നിന്ന് ഈ സമുദായത്തെ തെറ്റിച്ചു കൊണ്ടുപോയിട്ട് എവിടെയും പോയി എന്തും തേടാവുന്ന പച്ചയായ ശിർക്ക് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.